ഗായ്സ്, നമുക്കിന്നൊരു സിമ്പിൾ കേരള സ്റ്റൈൽ ലഞ്ച് കണ്ടാലോ. ഞാൻ ആദ്യം അരി വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. കുക്കറിലാണ് വേവിക്കുന്നത്. ചൂടുവെള്ളം വെച്ചു, അരി കഴുകി ഇട്ട് കൊടുക്കുകയാണ്. കുക്കർ അടച്ചു. സ്റ്റീം വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് ഞാൻ കുറച്ച് മൂങ്ദാൽ കഴുകി എടുക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് പരിപ്പും സുക്കിനിയും കൂടി ഇട്ട് വെക്കുകയാണ്. ഒരു 1.25 ഗ്ലാസ് മൂങ്ദാൽ എടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 ദിവസത്തേക്കുള്ള കറിയാണ് ഞാൻ വെക്കുന്നത്. ആ സമയത്ത് നമ്മുടെ അരിയുടെ ആദ്യത്തെ വിസിൽ വന്നു. അത് ഞാൻ മാറ്റി വെച്ചു, പ്രഷർ പോകാനായിട്ട്. വേറൊരു കുക്കറിൽ ചൂടുവെള്ളം ഒഴിച്ചു, മൂങ്ദാൽ ഇട്ടു, അടച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് ഞാൻ സുക്കിനിയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മൂങ്ദാലിൻ്റെ ഫസ്റ്റ് വിസിൽ വന്ന് പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കി. വെള്ളം കുറവായിരുന്നു. കുറച്ച് ചൂടുവെള്ളവും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച് സുക്കിനി ഇട്ട് ഇനി നമുക്ക് സുക്കിനി വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. സുക്കിനിക്ക് പകരം നിങ്ങൾക്ക് വേറെയും പച്ചക്കറിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പടവലങ്ങയോ അല്ലെങ്കിൽ കുമ്പളങ്ങയോ ഒക്കെ ഉപയോഗിച്ചും വെക്കാം. അപ്പോൾ ഇവിടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് സുക്കിനി ആയതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചോറിൻ്റെ പ്രഷറെല്ലാം പോയപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് തിളപ്പിച്ചതിന് ശേഷം ഊറ്റുവാണ്. ഇനി നമുക്ക് പരിപ്പ് കറി ഒന്ന് താളിച്ചെടുക്കാനായിട്ട് ആവശ്യമുള്ളതൊക്കെ റെഡിയാക്കാം. അപ്പം ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഷാലറ്റ്സ് എടുത്താലും മതി, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടെമ്പർ ചെയ്യാനായിട്ട് ഇത് സുക്കിനി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ചട്ടിയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഇതിനകത്തോട്ടാണ്, താളിച്ചതിലോട്ടാണ് ഞാൻ പരിപ്പ് ഒഴിക്കാൻ പോകുന്നത്. എണ്ണ ഒഴിച്ചു, ജീരകം ഇട്ടു, ഗാർലിക്കും സവോള ഇട്ട് വഴറ്റി, എന്നിട്ട് കുറച്ച് പച്ചമുളകും തക്കാളി ഇട്ട്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോൾ നമുക്ക് ലേശം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ സുക്കിനിയും പരിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ പരിപ്പ് കറി, ഒരു പാവം പരിപ്പ് കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അടിപൊളി ചാള വറുത്തതാണ് ഇന്നത്തെ സ്റ്റാർ. അപ്പോൾ സ്റ്റാർ ഓഫ് ദി ലഞ്ചിൻ്റെ മാരിനേഷൻ വളരെ സിമ്പിളാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്താണ് കേട്ടോ. പിന്നെ കുറച്ച് വിനീഗറും, അത്രേ ഉള്ളൂ. ഹാഫ് ആൻ അവർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇത് ഒരു 399 യൂറോയ്ക്ക് ലിഡിലിന് കിട്ടിയ മത്തിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല മത്തിയായിരുന്നു. സൈസിലാണെങ്കിലും നല്ല പഞ്ഞിലൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല മത്തിയായിരുന്നു കേട്ടോ. ഇന്നത്തെ സിമ്പിൾ ലഞ്ച് ഇത്രയേ ഉള്ളൂ. ചോറ്, പരിപ്പ് കറി, മത്തി വറുത്തത്, പിന്നെ വല്ല തൈരോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഈസി ലേസി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ ഡു കമൻറ്റ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.